നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇഡിയും കേസെടുത്തേക്കുമെന്ന നിർണായകമായ വിവരം പുറത്തുവരികയാണ്. CMRലുമായുള്ള പണമിടപാട് സംബന്ധിച്ച SFIOയുടെ രേഖകൾ ഇഡി ആവശ്യപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നേരത്തെ ഇഡി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്ന് ഇഡി പറയുന്നുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇഡി കേസ് രജിസ്റ്റർ ചെയ്ത് കഴിയുകയും ചെയ്തു. SFIOയുടെ രേഖകൾ കിട്ടിയ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്ന് വ്യക്തമാവുകയാണ്. PMLA ആക്ട് പ്രകാരമുള്ള കള്ളപ്പണ ഇടപാട് ഈ കേസിൽ നടന്നിട്ടുണ്ടെന്ന് ഇഡി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി കഴിഞ്ഞു. നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോഴാണ് ഇഡി പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ SFIOയോട് ഇഡി രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കേസെടുത്തേക്കും എന്ന വിവരവും പുറത്തുവരുന്നത്. ഇഡി ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേസ് അന്വേഷിക്കാനോ അല്ലെങ്കിൽ കേസെടുക്കുവാനോ അല്ലെങ്കിൽ പിന്നെന്തിനാണ് SFIOയിൽ നിന്നും ഇഡി രേഖകൾ ശേഖരിക്കുന്നത് എന്ന ചോദ്യവും ഉണ്ട്. അതേസമയം മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMR ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഉച്ചയ്ക്ക് 2:30 ഹർജി പരിഗണിക്കുക. ഹർജിയിൽ SFIOയ്ക്കും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു. നേരത്തെ വീണയെ പ്രതിയാക്കി SFIO കുറ്റപത്രം സമർപ്പിക്കുകയും ഇതിനെതിരെ ഹർജി സമർപ്പിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇഡി നടപടിക്ക് ഒരുങ്ങുന്നത്. കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ഹർജിയും ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതിനു മുന്നോടിയായാണ് ഇഡിയുടെ പ്രാഥമിക അന്വേഷണ ഭാഗമായുള്ള തുടർ നടപടികൾ ഉണ്ടാവുന്നത്. കേസിൽ വീണയെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകിയിരുന്നു. സേവനം നൽകാതെ വീണ 2.5 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് കുറ്റപത്രത്തിലെ ആരോപണം. വീണയുടെ എക്സാലോജിക് കമ്പനിക്കാണ് പണം നൽകിയിരുന്നത്. ഒരു സേവനവും നൽകാതെയാണ് അനധികൃതമായി പണം കൈപ്പറ്റിയിരിക്കുന്നത് എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. നേതാക്കൾക്ക് CMRL കോടികൾ നൽകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വീണ, CMRL MD ശശീന്ദ്രൻ കർത്ത, CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ എന്നിവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി ഉണ്ടായത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. CMRLനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് ഹാജർ ആയേക്കും. കേസിൽ വിചാരണ തുടരാനിരിക്കെയാണ് CMRL ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുത് എന്നും SFIO അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയോ എന്ന് വ്യക്തമാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഹർജി ആവശ്യപ്പെടുന്നുമുണ്ട്. അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന വിവാദമായി CMRL മാസപ്പടി കേസ് മാറിയിട്ട് കാലങ്ങളേറെയായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി വീണ വിചാരണ നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. വീണയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ല എന്നും പറയുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എത്ര നിരീശ്വരവാദി ആയാലും ദൈവത്തെ വിളിക്കുമെന്ന് പറയുന്നത് പോലെ കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടം വന്നതോടുകൂടി ദൈവവഴിയാണ് ഇനി രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവഴിയെ സഞ്ചാരം തുടങ്ങി. SFIO കേസിൽ നിന്നും രക്ഷ തേടി വീണ വിജയൻ ക്ഷേത്രത്തിൽ പോയി കുമ്പിട്ട് പ്രാർത്ഥനയിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിക്ക് ഭർത്താവ് മുഹമ്മദ് റിയാസിനുമൊപ്പം കുടുംബസമേതമാണ് വീണ വിജയൻ എത്തിയത്. ഈ വേളയിലാണ് തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച പ്രാർത്ഥനയിൽ വീണ മുഴുകിയത്. അമ്മ കമലയ്ക്കൊപ്പമാണ് വീണ വിജയൻ തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ഈ ബ്രഹ്മദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീണയും സംഘവും ക്ഷേത്ര ദർശനം നടത്താനായി എത്തിയത്. ഏപ്രിൽ 3-ാം തീയതിയാണ് വീണയെ കേസിൽ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചുവെന്ന വാർത്ത പുറത്തുവന്നത്. ഇതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ക്ഷേത്ര ദർശനം. ഈ ക്ഷേത്ര ദർശനത്തിന്റെ വീഡിയോകളും പുറത്ത് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബൃഹദീശ്വര ക്ഷേത്രം ഉള്ളത്. പെരിയ കോവിൽ എന്നും രാജരാജേശ്വര കോവിൽ എന്നുമൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴൻ AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. തിരുവുടയാർ കോവിൽ, പെരിയ കോവിൽ, രാജരാജേശ്വരം കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് ധാരാളം സഞ്ചാരികളും ഇവിടെ എത്താറുണ്ട്. ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലെത്തി വീണയും അമ്മയും പ്രാർത്ഥിച്ച ശേഷം കുറി തൊട്ടാണ് മടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ കുടുംബം ക്ഷേത്ര ദർശനത്തിന് എത്തിയത് അറിഞ്ഞ് പോലീസുകാരും CPM സഖാക്കളും എത്തിയിരുന്നു. ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് ബൃഹദേശ്വര ക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ ഭക്തിക്കൊപ്പം ചരിത്ര കൗതുകം കൊണ്ടും ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്.
ഭക്തിക്കൊപ്പം ക്ഷേത്രം കാണാനുള്ള കൗതുകവും വീണയുടെ സന്ദർശനത്തിന് പിന്നാലെ ഉണ്ടാകാം എന്നാണ് കരുതുന്നത്. മാസപ്പടി കേസിൽ ഇനി പ്രതിക്കൂട്ടിൽ കയറി വിചാരണയെ നേരിടേണ്ട ഘട്ടം വന്നാൽ അതിനെ നേരിടാൻ മനസ്സിനെ സജ്ജമാക്കാനാകാം മുഖ്യമന്ത്രിയുടെ മകൾ ക്ഷേത്രത്തിൽ എത്തിയതെന്നും കരുതാം. പക്ഷെ അപ്പോഴും ക്ഷേത്ര ദർശനം എന്നത് ചരിത്രപ്രസിദ്ധമായ ഈ ഒരു ദേവാലയം കാണാനുള്ള ആഗ്രഹം മാത്രമല്ല. ശിവനെങ്കിൽ ശിവൻ, കഷ്ടതകൾ മാറാൻ, ശത്രു സംഹാരം നടക്കാൻ ശിവൻ തന്നെ ഉഗ്രശക്തി എന്ന വീണയ്ക്ക് നന്നായി അറിയാം. ഭൗതികവാദിയായ പിണറായി വിജയന്റെ കുടുംബത്തിന്റെ ക്ഷേത്ര ദർശനം CPM-ൽ ഇനി വിഷയമായി ഉയർന്നു വരുമോ എന്നാണ് അറിയേണ്ടത്. പഴയ കടുംപിടുത്തം CPM വെടിഞ്ഞതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തായാലും പാർട്ടിയെ വീണ ഭയക്കേണ്ടതില്ല. അതേസമയം സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണയ്ക്കും CMRL MD ശശീന്ദ്രൻ കർത്തയ്ക്കും എക്സാലോജിക്കിനും CMRL-നും സഹോദര സ്ഥാപനങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം 447 വകുപ്പ് SFIO കുറ്റം ചുമത്തിയത്. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ഇത്. വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ 3 ഇരട്ടിയോ പിഴയായും ചുമത്താം. ക്രമക്കേട് കണ്ടെത്തിയുള്ള SFIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ ഉടൻ തുടങ്ങും. വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും. കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ വീണ വീണ്ടും കോടതിയെ സമീപിക്കാൻ സാധ്യത ഏറെയാണ്. എക്സാലോജിക് MD-യായ വീണ വിജയന് പുറമെ CMRL MD ശശീന്ദ്രൻ കർത്ത, ജോയിന്റ് MD ശരൺ S കർത്ത, CMRL CSOK സുരേഷ് കുമാർ, CMRL-ന്റെ സ്റ്റാറ്റ്യൂട്ടറി ഓർഡിനേറ്റർമാരായ KA സംഗീത് കുമാർ, AK മുരളീകൃഷ്ണ എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ശശീന്ദ്രൻ കർത്തയ്ക്കും CMRL ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം 447-ന് പുറമെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. SFIOയുടെ 166 പേജുള്ള കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ തന്നെയാണ് ഉള്ളത്. കള്ളക്കടത്തുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് CMRL നൽകിയത് 182 കോടിയാണെന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ആർക്കൊക്കെയാണ് ഈ പണം നൽകിയത് എന്ന വിവരം കുറ്റപത്രത്തിലില്ല. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി കരാറുണ്ടാക്കി 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ മൊത്തം 1.5 കോടിക്ക് പുറത്ത് CMRL നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ വീണയ്ക്കും എക്സാലോജിക്കിനും കിട്ടിയത് 2.5 കോടിക്ക് പുറത്താണ് SFIയുടെ കണ്ടെത്തൽ. CMRL നിന്നും എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് എന്ന കമ്പനി നിന്നുമാണ് ഈ പണം കൈപ്പറ്റിയത്. ശശീന്ദ്രൻ കർത്തയ്ക്കും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ. ശശീന്ദ്രൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ് പണിക്കർക്ക് അനധികൃതമായി 13 കോടി രൂപ കമ്മീഷൻ നൽകി. നിബുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ തന്നെ സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾക്ക് വഴിയാണ് വെട്ടിപ്പ് നടത്തിയത്. ഈ 2 കമ്പനികളുടെയും ഡയറക്ടർമാർ ശശീന്ദ്രൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. ഇന്നറിയാം എന്തായിരിക്കും ഈ കേസിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം എന്നത്.